പറയാ, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് സുന്നത്ത് പറയാ. ഇയാളെ തൂലി കൊണ്ടല്ലേ ഇയാൾ മുമ്പേ നബിദിനാഘോഷ ഇസ്ലാമിലില്ലാണ്. എന്നിട്ട് ഇയാൾ പറയണത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് തോന്നിയിട്ടുണ്ടാവുന്നത് നബിദിനാഘോഷം തെറ്റല്ലാന്ന്. റബീഉൽ അവ്വലിൽ അവർ റാലി നടത്തിയിരിക്കാം, എന്താ തെറ്റാകാനുള്ളത്? ആ അഭിപ്രായമുള്ളവർ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിലും ഉണ്ടാവാം. ഉപരി പറയുന്നത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിലും ഉണ്ടാവാം നബിദിനാഘോഷം തെറ്റല്ല എന്ന് പറയുന്നവര്, അതിനെ എതിർക്കുന്നവരും ഉണ്ടാകാം. എന്തൊക്കെ മനസ്സിലായി? അതുണ്ടാകാം, ഇതും ഉണ്ടാകാം. ഈ വക കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളവർക്കും നബിദിനം വേണമെന്നും വേണ്ടാന്ന് പറയുന്നവർക്കൊക്കെ ഇഖാമത്തുദ്ദീൻ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഓ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതൽ, രണ്ടും എഴുതണത് ഓ അബ്ദുറഹ്മാനാണ്. രണ്ടു കൂട്ടർക്കും ഒരു ആരും വെറുപ്പിക്കണ്ട. ഞാൻ പറയില്ല, ഇതാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചൊരു തമാശയാണ് ജമാഅത്തുകാരന്റെ വീട്ടിൽ രണ്ട് മരുമക്കളും ഒന്നും ആരും വെറുപ്പിക്കണ്ടേ. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലായാലും ഖുർആൻ ഹദീസൊന്ന് വേറെ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഖുർആൻ ഹദീസൊന്ന് പറയാ. ഇങ്ങനെ അവസരത്തിനൊത്തുകൊണ്ട് ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന നിറമാറ്റം നടത്തുന്ന ജമാഅത്തുകാരൻ എന്നിട്ടും പറയുന്നത് ഈ വക കാര്യങ്ങളിലൊക്കെ തർക്കമുള്ളവർക്കും ഇഖാമത്തുദ്ദീൻ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. എന്താ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞ അർത്ഥം? ദീന് നിലനിർത്തുക എന്നാണ്. ദീന് നിലനിർത്തുക. അല്ലാഹു തആല അമ്പിയാക്കന്മാരോട് പറഞ്ഞ വിഷയമാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നു. സൂറത്ത് ശൂറയിലാണെന്നാണ് എന്റെ ഓർമ്മ, അല്ലെ? സൂറത്ത് ശൂറയിൽ അല്ലാഹു തആല പറയുന്നു എന്ത്? അല്ലാഹു നിങ്ങൾക്ക് ശരീഅത്ത് ആക്കി തന്നിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പിയാക്കന്മാരുടെ പ്രമുഖന്മാരുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീ, നിങ്ങൾ ദീനിനെ നിലനിർത്തണം. അതിന്റെ തഫ്സീറിൽ ജലാലൈനി അടക്കമുള്ളടത്ത് കാണാം. എന്താണ്, എന്തിനെ നിലനിർത്താന്നാണ് അഖീമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ടത് തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ അമ്പിയാക്കന്മാരും പഠിപ്പിച്ച വിഷയം. എന്നിട്ട് അതിന് പോലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനാണ്. ഏത് ശിർക്ക് എന്നൊരു ഉൾക്കൊള്ളാം. നിങ്ങൾ നോക്കൂ, മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യം പറഞ്ഞ വാക്കുകൾ ഇതിലും കടുപ്പപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, 1977 അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 1977 മാർച്ചിൽ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അദ്ദഅ്വ എന്ന പേരിലുള്ള ഉറുദു മാസിക, ജമാഅത്തുകാരന്റെ പത്രമാണ്. അദ്ദഅ്വ എന്ന ഉറുദു മാസികയിൽ മൗദൂദി സാഹിബ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അന്ന് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ്. ആ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു, ജമാഅത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കരുത്, അവരിവിടെ ജയിച്ചാൽ അവർ വഹാബികളാണ്, ഇവിടുത്തെ ജാറങ്ങൾ തച്ചു തകർക്കും, ഫാത്തിഹ ഓതൽ നിർത്തലാക്കും, ഉറൂസ് നിർത്തലാക്കും എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രതിപക്ഷം ആരോപണം അഴിച്ചുവിട്ടു. അവർ പ്രചരണം നടത്തി. അതിന്റെ അടിയിൽ തന്നെ ജമാഅത്തേര് പറഞ്ഞു നോക്കി, മൊയ്തീൻ ശൈഖിന്റെ ശരിയായ തരീക്കത്തിന്റെ മുരീദാണ് നമ്മളെ സ്ഥാനാർത്ഥിട്ടോ എന്നൊക്കെ ജമാഅത്തേര് പറഞ്ഞു നോക്കി. അപ്പോഴും മറ്റൊരു പറയുന്നു, വെറുതേനെ ഇവര് വഹാബികളാണ്, ഇവര് ജയിച്ചാൽ ജാറം തകർക്കും, ഇവര് ജയിച്ചാൽ ഉറൂസ് നിർത്തലാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മറുപടി എടുക്കുക. ശരി തന്നെയാണ്, അതന്നെ ചെയ്യാ എന്നല്ലേ പറയാ. പക്ഷെ പറഞ്ഞ വോട്ടാണ് പോവില്ലേ? അപ്പൊ ജമാഅത്തുകാരൻ എന്താ പറഞ്ഞു നിങ്ങൾ? മൗദൂദി സാഹിബ് പറയണ ഇവരെ കുറിച്ച് ആക്ഷേപം പറഞ്ഞവരെ ഇവർ ആണയിട്ട് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ജാറങ്ങൾ തച്ച് തകർക്കുമെന്ന്, അൽ-ഫാത്തിഹ നിർത്തലാക്കുമെന്ന്, നേർച്ചയും ഉറൂസും ഇല്ലാതാക്കുമെന്ന്. ഈ വക കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലും അവർ ഭയപ്പെടുന്നില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പിന്റെ മന്ത്രമോതുകയാണ്. ഞങ്ങളെപ്പറ്റി അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ ജാറത്തിനെതിരല്ലേ, ഉറൂസിനെതിരല്ലേ, നിങ്ങൾ എന്തും വേണേ ചെയ്തോളിയേ, ഞാൻ കോട്ട് കിട്ടിയാൽ മതി. മൗദൂദി സാഹിബ്, ഈമാൻ കാര്യങ്ങളിലോ ഇസ്ലാം കാര്യങ്ങളിലോ ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറില്ല. ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെയാണ് ചെയ്തോളിന്ന്, അതിലൊന്നും തർക്കല്ല, വോട്ടാണ് തന്നാ മതി. ഇതെന്ത് ഇസ്ലാമാണ്? ഇവര് പഠിപ്പിക്കുന്ന ദീൻ ഏതാണ്? എന്ത് ഇഖാമത്തുദ്ദീനാണ് ഈ നിലനിർത്തുന്നത്? ഈ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ നോക്കൂ, മൗദൂദിസത്തിന്റെ തനിനിറം ഇതിലൂടെ അങ്ങനെ പ്രകടമാണ്. അവർക്ക് ഏറ്റവും വലുത് രാഷ്ട്രീയമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് ജമാഅത്തിൽ മെമ്പറാകാൻ കഴിയില്ല. ഒരു കോൺഗ്രസ്സുകാരനായിക്കൊണ്ട് ജമാഅത്തിൽ തുടരാൻ കഴിയൂല. ജമാഅത്തുകാരനെ പറഞ്ഞാണ് ഒക്കെ വേണ്ടിയെന്ന ഉദ്ധരണികളെ നമ്മൾ കൊണ്ടുവരും. ജമാഅത്തെ ഇസ്ലാമിയിൽ കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് തുടരാൻ പറ്റില്ല.
കോൺഗ്രസ്സുകാരനായി തുടരാൻ പറ്റില്ല, മുസ്ലിം ലീഗുകാരനായി തുടരാൻ പറ്റില്ല. എന്നാലോ ബറേൽവിക്ക് ബറേൽവിയായി തുടരാം, ശിർക്ക് ചെയ്യുന്നവന് ശിർക്ക് ചെയ്തുകൊണ്ട് തന്നെ തുടരാം. എന്നാലോ കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ തുടരാൻ കഴിയില്ല. അപ്പൊ ഇവരുടെ ദീൻ ഏതാണ്? ഇവർക്ക് ഏറ്റവും പ്രധാനം ഏതാണ്? ശിർക്കോ തൗഹീദോ? ഏത് വിഷയത്തിലാണ്? രാഷ്ട്രീയം. ഇതാണ് നമ്മൾ ആ തുടക്കത്തിൽ ഈ വിഷയം തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്ഭവ കാരണം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ പാർട്ടിയെ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് നമ്മൾ അന്നേ പറഞ്ഞത്. നിങ്ങൾക്ക് മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരിക്കൽ രാഷ്ട്രീയത്തിലെ പ്രധാനമുള്ളൂ, വേറുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാം എന്ന നയത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. അതുകൊണ്ടാണ് മൗദൂദി സാഹിബ് നേരത്തെ പറഞ്ഞത് ബറേൽവി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനാണ് മറ്റേയാള് കാരക്കുന്ന് എന്ന് പറയുന്ന ആൾ എന്ത് പറഞ്ഞത്? അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നല്ല, അങ്ങനെ ഉണ്ടായിരുന്നവരിതിൽ വന്നിട്ട് ഈ ഭരണഘടന വായിച്ചാണ് അംഗീകരിച്ചാൽ പിന്നെ ഞങ്ങൾ ആളായിന്നേ ഉള്ളൂ. അല്ലല്ലോ, ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചോളൂ എന്നല്ലേ ആചാര്യൻ സമ്മതം കൊടുത്തത്? അതോടുകൂടെ പൊളിഞ്ഞില്ലേ? ഈ രൂപത്തിൽ എല്ലാവരും ഇഖാമത്തുദ്ദീനാണെന്നാ ഇപ്പൊ ജമാഅത്തേര് പറയണ്ടേ. നിങ്ങൾ നോക്കൂ, അവർ പറയണേ ഞങ്ങളിവിടെ എല്ലാ സംഘടനയും ഞങ്ങള് ശരിക്കുള്ള ആൾക്കാരായിട്ട് അംഗീകരിക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ ഇവരിവിടെ പിടിച്ചു നിൽക്കുന്നത്? നോക്കൂ നിങ്ങൾ ആ വരി ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷിക പതിപ്പിൽ കാണാം. എന്ത്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മറ്റു മുസ്ലിം സംഘടനകളോട് സ്വീകരിക്കുന്ന സമീപനം സഹകരണാത്മകവും ഇസ്ലാമിക സാഹോദര്യത്തിൽ അധിഷ്ഠിതവുമാണ്. അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും ദീനിന്റെ സംസ്ഥാപനത്തിന് ഇഖാമത്തുദ്ദീനിന് സഹായകമായ കാര്യങ്ങൾ തന്നെയാണെന്ന് അത് മനസ്സിലാക്കുന്നു. ഇവിടെ എല്ലാ സംഘടനയും നിർവഹിക്കുന്നത് ഇഖാമത്തുദ്ദീൻ തന്നെയാണെന്നാണ് ജമാഅത്തേര് പറയുന്നത്. എന്നാ പിന്നെ എന്തിനായി ജമാഅത്തേര് ഇവിടെ വേറൊരു പാർട്ടിയും വേറൊരു ഓഫീസും വേറൊരു പത്രമായിട്ട് ഇരിക്കുന്നത്? പിരിച്ചുവിട്ടു പോലെ ഒപ്പം ചേർന്നൂടെ? എല്ലാവരും ഇഖാമത്തുദ്ദീൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാ പിന്നെ നമ്മൾക്ക് അഭിപ്രായമല്ല. എല്ലാവരും ഇഖാമത്തുദ്ദീനാണ്, നമുക്ക് ഓരോപ്പം കൂടിയാ പോരെ? നമ്മൾ വേറൊന്നും നിൽക്കണം? വേറിട്ട് നിൽക്കുന്നത് പിന്നെ എന്തിന്? അപ്പൊ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ ഓരോയിടത്ത് വെച്ച് ജനങ്ങളോടൊപ്പിച്ച് ഇങ്ങനെ പറയാ. എന്നിട്ട് നമ്മളോട് പറയാം ഇവര് ഭിന്നിപ്പുണ്ടാക്കുന്നവര്, ഇവരാകെ ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്. നിങ്ങൾ നോക്കൂ, ഇതേ നയം തന്നെയാണ് അവർ ഇനിയും പറയുന്നത്. നിങ്ങൾ നോക്കൂ, ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാഅത്തിൽ ഒട്ടും പഴുതില്ല. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം മാർഗം എന്ന പുസ്തകത്തിൽ അബുല്ലൈസ് എഴുതാണ്, എന്റെ പേജ് 47. ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാഅത്തിൽ ഒട്ടും പഴുതില്ല. ഒരാൾ ഷാഫിയോ ഹനഫിയോ മുഖല്ലിദോ ഗൈറു മുഖല്ലിദോ സൂഫിയോ ഫഖീഹോ ആരായിക്കൊള്ളട്ടെ, ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണ രൂപത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ അയാൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സംശയം അയാൾക്ക് ഞങ്ങളുടെ സഹയാത്രികനാകാവുന്നതാണ്.